ഞാനിതിൽ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കൊണ്ട് ലോ ബ്ലോക്ക് ബ്രേക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ടാക്ടിക്കലി അതിൽ പല ഉദാഹരണങ്ങൾ കാണിക്കാം, പല എക്സാമ്പിൾസ് ഉണ്ടാവും. അതിൽ ഞാൻ നമ്മുടെ ടാക്ടിക്കൽ ബോർഡ് വെച്ചുകൊണ്ട് കാണിക്കുന്ന സംഭവങ്ങളുണ്ടാവും. സോ ബിഫോർ ഐ സ്റ്റാർട്ട് ദ വീഡിയോ, ലൈക്ക് ദിസ് വീഡിയോ, അതേപോലെ തന്നെ കോമെൻറ്റ് നിങ്ങളുടെ ഒപ്പീനിയൻസ്. പിന്നെ ഇങ്ങനത്തെ വീഡിയോ നിങ്ങളുടെ ബാക്കിയുള്ള യുണൈറ്റഡ് ഫാൻസിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഇത് കണ്ടുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങളും ഇവിടെ ഷെയർ ചെയ്യട്ടെ. സോ ലെറ്റ് us സ്റ്റാർട്ട്. ഞാൻ പറയാൻ പോകുന്ന ഫസ്റ്റ് സംഭവം ഞാൻ ഇവിടെ കുറച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ എന്താ പറയുക, എൻ്റെ നോട്ട് പാഡിലോട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ അങ്ങനെ സ്ക്രോൾ ചെയ്യുന്നത് ഇവിടെ. ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്ന സംഭവം നമ്മുടെ ഹിസ്റ്റോറിക്കൽ പാറ്റേൺ ആണ്. അതായത് കഴിഞ്ഞൊരു ഡെക്കേഡ്, അങ്ങനെ തന്നെ പറയാം, കഴിഞ്ഞൊരു 10 വർഷം. ഈ 10 വർഷമായിട്ട് നമ്മൾ കാണുന്ന സ്ഥിരമായിട്ട് ഒരു പാറ്റേൺ ആണ് നമുക്കെതിരെ വരുന്ന സ്മോളർ ക്ലബ്സ്. ഞാൻ ഡിസ്റെസ്പെക്ട് ചെയ്ത് പറയല്ല, പക്ഷേ സ്മോളർ ക്ലബ്സ് ആർ സ്മോളർ ക്ലബ്സ്. ഫോർ എക്സാമ്പിൾ ഷെഫീൽഡ് യുണൈറ്റഡ്, ബേൺലി, ഫുൾഹം, ഇങ്ങനത്തെ കുറച്ച് ക്ലബ്സ് ഉണ്ട്. എവർട്ടൺ, ക്രിസ്റ്റൽ പാലസ്. ഞാൻ പറഞ്ഞ ഇവർ സൈസിൽ ചെറുതാണെന്നല്ല, പക്ഷെ കമ്പയർ ടു യുണൈറ്റഡ് ദേ ആർ സ്മോളർ. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾക്കെതിരെ ഇവർ വരുമ്പോൾ നമ്മൾക്കെതിരെ ഒരു 6-7 പേരായിട്ട് ചിലപ്പോൾ ഒരു ഡിഫൻസ് ഷേപ്പ് കീപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഒരു 4 പേരായിട്ട് അല്ലെങ്കിൽ 5 പേരായിട്ട് ഒരു ഡിഫൻസ് ഷേപ്പ് കീപ്പ് ചെയ്യും. ഇത് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ നമ്മൾ കാണുന്നൊരു സംഭവം, ഇവർ ഏത് രീതിക്കാണ് നമ്മളെ പൂട്ടാൻ നോക്കുന്നതെന്നാണ്. അതായത് സെൻട്രൽ സോൺസ് കവർ ചെയ്യുന്നുണ്ടോ, വിഡ്ത്ത് അവർ കവർ ചെയ്യുന്നുണ്ടോ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സംഭവം ഹാഫ് സ്പേസസ് ഇവർ കവർ ചെയ്ത് കൊണ്ടാണോ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റാത്തത്. ഇനി എവിടെയാണ് നമ്മൾ ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനത്തെ ഡിഫെൻസീവ് ഷേപ്പ് വന്നു കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതായിരിക്കും. സെക്കൻഡ് ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഞാൻ പറയാൻ പോകുന്നത് റിക്രൂട്ട്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള സംഭവമാണ്. കാരണം ഫോർ എക്സാമ്പിൾ ഞാനിതിലൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഞാൻ എൻ്റെ മൈൻഡിൽ വന്നൊരു എക്സാമ്പിളാണ്, എൻ്റെ ഒപ്പീനിയനാണ്. ജെയ്ഡൻ സാൻചോ. നമ്മൾ ജെയ്ഡൻ സാൻചോനെ കൊണ്ടുവരുന്നത് ഓലെ ഗുണർ സോൾഷ്യറിൻ്റെ അണ്ടറിലാണ്. ഓലെ ഗുണർ സോൾഷ്യറിൻ്റെ അണ്ടറിൽ നമ്മൾ കളിക്കുന്ന ഫുട്ബോൾ എന്തായിരുന്നു? കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോളായിരുന്നു. ജെയ്ഡൻ സാൻചോൻ്റെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ അവൻ്റെ പോസിറ്റീവ് സംഭവങ്ങൾ എന്താ? ക്ലോസ് ഹാഫ്സിൽ അല്ലെങ്കിൽ ഹാഫ് സ്പേസസിൽ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ബോൾ കീപ്പ് ചെയ്യുന്നു, ഡ്രിബിൾ ചെയ്യുന്നു, എന്നിട്ട് നമ്മുടെ ഫുൾ ബാക്സിനും അതേപോലെ തന്നെ സ്ട്രൈക്കേഴ്സിനും ഇൻവോൾവ് ചെയ്യിക്കാൻ നോക്കുന്നു. പക്ഷേ നമ്മൾ ജെയ്ഡൻ സാൻചോ വന്നതിന് ശേഷം കണ്ടത് എന്താണ്? അവനെ ഒരു ട്രാൻസിഷൻ ഫേസിലുള്ള വിങ്ങറാക്കി കളിപ്പിക്കാൻ നോക്കുന്നു. ഇവിടെയാണ് ഞാൻ പറഞ്ഞ നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് ഇഷ്യൂ. ഇത് ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാണ്. ഇതേപോലെ പല 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 എക്സാമ്പിൾസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മെയിൻ ഇഷ്യൂ വരും നമ്മുടെ മിഡ്ഫീൽഡ് നമ്മൾ ഒരിക്കലും ഫോക്കസ് ചെയ്തില്ല എന്നുള്ളത്. ഈ ലോ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ മിഡ്ഫീൽഡേഴ്സിന് പ്രധാന പങ്ക് വഹിക്കാനുണ്ട്. നമ്മുടെ മിഡ്ഫീൽഡേഴ്സ് ശരിയല്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഓടാനുള്ള കഴിവില്ലെങ്കിൽ, ലെഗ്സ് ഇല്ലെങ്കിൽ, അവർക്ക് ക്ലോസ് പ്രോക്സിമിറ്റിയിൽ പന്ത് കീപ്പ് ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ നമുക്കൊരിക്കലും ഒരു ലോ ബ്ലോക്കിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് റിക്രൂട്ട്മെൻറ്റ് ഇഷ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ മനസ്സിലുണ്ടാവും, ഇന്ന പ്ലെയർ നമ്മൾ സൈൻ ചെയ്തു, പക്ഷേ അത് ലോ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയ സൈനിങ് ആയിരുന്നു. അല്ലെങ്കിൽ ഇന്ന വിങ്ങറിന് നമ്മൾ സൈൻ ചെയ്തു, അത് ശരിക്കും നമുക്ക് ലോ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയ വിങ്ങർ ആണോ? അല്ലെങ്കിൽ ഇന്ന സ്ട്രൈക്കർ നമ്മൾ സൈൻ ചെയ്തു, അതൊരു ലോ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കർ ആണോ? ഞാൻ പറയുന്നത് ഇപ്പോഴല്ല, മേ ബി ഒരു ഹോയിലൻഡ് എക്സാമ്പിൾ എടുക്കാം. ഹോയിലൻഡ് ഒരിക്കലും ഒരു ലോ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കർ അല്ല. അവിടെയാണ് റിക്രൂട്ട്മെൻറ്റ് ഇഷ്യൂസ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ടാക്ടിക്കലാണ്. ടാക്ടിക്കൽ ആർഗ്യുമെൻറ്റേറ്റീവ് ആണ്. അതായത് ഇപ്പോൾ പല കോച്ചുമാർക്കും പല ടാക്ടിക്കൽ ഫ്ലെക്സിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൈക്കൽ കാരിക് ഒരു ടാക്ടീഷ്യനാണ് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിലല്ല. ഞാൻ ഇപ്പോഴത്തെ സിനാരിയാണ് പറയുന്നത്. അതിന് മുമ്പ് വന്ന അമോറിം ഒരു ഫ്ലെക്സിബിൾ ടാക്ടീഷ്യനാണോ? അല്ല. അതിന് മുമ്പ് വന്ന ടെൻ ഹാഗ് ഒരു ഫ്ലെക്സിബിൾ ടാക്ടീഷ്യൻ ആയിരുന്നു. അതിന് മുമ്പ് വന്ന ഒലെ ഗുണർ സോൾഷ്യർ ഒരു ഫ്ലെക്സിബിൾ ടാക്ടീഷ്യൻ അല്ല. അതിന് മുമ്പ് ഹോസെ മറീനോ ഒരു ഫ്ലെക്സിബിൾ ടാക്ടീഷ്യൻ ആയിരുന്നു. അതിന് മുമ്പ് വന്ന LVGയും ആയിരുന്നു. പക്ഷേ ഇവരുടെ കണ്ടിട്ട് നമ്മൾ കണ്ടത് എന്താ? നമുക്ക് ലോ ബ്ലോക്കിന് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ റിക്രൂട്ട്മെൻ്റ് ആണ് മെയിൻ ഇഷ്യൂ. ഇനി ഇവിടെ വരുന്ന പ്രധാന ചോദ്യം, ഏത് മാനേജർ വന്നാൽ അല്ലെങ്കിൽ ഏത് കോച്ച് വന്നാൽ നമുക്ക് ലോ ബ്ലോക്കിന് ബ്രേക്ക് ചെയ്യാൻ പറ്റും? അതൊരു വൺ ഓഫ് ദ മിസ്റ്റീരിയസ് ക്വസ്റ്റ്യൻ ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ പറഞ്ഞതാ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇനി അങ്ങോട്ട് ഏത് കോച്ച് അല്ലെങ്കിൽ ഏത് മാനേജർ വന്നാലാണ് നമുക്ക് പൊസഷൻ കീപ്പ് ചെയ്യുമ്പോൾ ലോ ബ്ലോക്കിന് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങളുടെ അഭിപ്രായം പറ. എൻ്റെ മൈൻഡിൽ വരുന്ന ഒരേ ഒരു പേര് ലൂയിസ് എൻറിക്കെയാണ്. ഫ്ലെക്സിബിളായിട്ട്, ടാക്ടിക്കലി ഫ്ലെക്സിബിളായിട്ട് ലോ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാൾ. പക്ഷേ അതിന് വേണ്ട പ്ലെയേഴ്സിനെ എത്തിച്ചു കൊടുക്കണം, അല്ലാതെ പറ്റുമൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞ ടാക്ടിക്കിൻ്റെ ഇഷ്യൂ, അല്ലെങ്കിൽ ടാക്ടിക്കൽ ഫോർമേഷനോ അല്ലെങ്കിൽ ടാക്ടിക്കലായിട്ട് പ്ലേയേഴ്സിനെ സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ ഇഷ്യൂ. ഇനി ഇതിനുള്ള സൊല്യൂഷൻ, അതിലോട്ടാണ് ഞാൻ കിടക്കുന്നത്. ഇനി എന്താണ് ഇതിനുള്ള സൊല്യൂഷൻ? ഈ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ അതിനു മുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് മിറാജ്, ഇത് നമ്മുടെ ചാനൽ സ്ട്രെറ്റ് ഫോർ സിഗ്നൽ.
സോ നമുക്ക് സൊല്യൂഷനിലോട്ട് കിടക്കാം. ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എവിടെ നമ്മൾ എങ്ങനെ പ്ലേസിനെ സെറ്റപ്പ് ചെയ്യണം, ഏത് വൈഡ് ഏരിയാസ്, ഹാഫ് സ്പേസസ്, സെൻട്രൽ സോൺസ്, ഇവിടെ എവിടെയായിരിക്കണം നമ്മുടെ പ്ലേയേഴ്സിൻ്റെ മൂവ്മെൻറ്റ്, ഏത് പൊസിഷൻ ഓഫ് പ്ലേയേഴ്സാണ് ഇമ്പോർട്ടൻറ്റ്, എങ്ങനെയായിരിക്കണം നമ്മൾ ടാക്ടിക്കലി ഫ്ലെക്സിബിൾ ആവേണ്ടത് ഓരോ കളിയിലും, അല്ലെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സ് ടാക്ടിക്കലി ഫ്ലെക്സിബിൾ ആവേണ്ടത് ഓരോ കളിയിലും. അതേപോലെ തന്നെ ഏത് പൊസിഷനിലാവണം നമ്മുടെ പ്ലേയേഴ്സ് ബ്രേവ് ആവേണ്ടത് ഓരോ കളിയിലും. പിന്നെ ലോ ബ്ലോക്കിനെതിരെ ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്ലേയേഴ്സാണ് നമുക്ക് വേണ്ടി വരിക ഓരോ പ്ലെയർ പൊസിഷനിലെന്നുള്ളത് നമുക്ക് ഈ സൊല്യൂഷനിൽ കണ്ടെത്താൻ പറ്റും. സോ നമുക്ക് നമ്മുടെ സൊല്യൂഷനിലോട്ട് കിടക്കാം, അതായത് ടാക്ടിക്കൽ ബോർഡ് വെച്ചുകൊണ്ടുള്ള സൊല്യൂഷൻ. വെൽക്കം, ഹൗ ടു ബ്രേക്ക് എ ലോ ബ്ലോക്ക്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടാക്ടിക്കൽ ബോർഡ് ഇവിടെ റെഡിയാണ്. ഞാനിവിടെ ഒരു 4 ടാക്ടിക്കൽ ബോർഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ നമ്മൾ പൊതുവെ സെറ്റപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ കൂടെ നമ്മളെ അവർ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ സെറ്റപ്പ് ചെയ്യാറ് ഡിഫെൻസീവ്ലി, പിന്നെ നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ അവരെങ്ങനെ, നമ്മുടെ ഒപ്പോണൻസ് എങ്ങനെ നമ്മൾക്കെതിരെ ഡിഫെൻസിൽ സെറ്റപ്പ് ചെയ്യുന്നു, അതിൻ്റെ കൂടെ തന്നെ ഹാഫ് സ്പേസസിൻ്റെ ഇമ്പോർട്ടൻസ്, ഹാഫ് സ്പേസസ് എന്ന ഏരിയ നമ്മുടെ പ്ലെയേഴ്സ് എങ്ങനെ ഒക്യുപ്പൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ഒക്യുപ്പൈ ചെയ്യാനുള്ള സൊല്യൂഷൻ എന്താണ് എന്നുള്ള സംഭവങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും സ്ക്രീനിൽ, ഞാൻ ഇവിടെ ഉണ്ട്, പേടിക്കണ്ട, ഞാനിവിടെ പോയിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ മെയിൻ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ടാക്ടിക്കൽ ബോർഡാണ്. സോ ഞാനിവിടെ എടുത്തുള്ള ഒരു 4 at the back സിസ്റ്റമാണ് കേട്ടോ. കാരണം നമ്മൾ ഈ 3 at the back കുന്തൊക്കെ വിടാം. കാരണം നമ്മൾ പ്രിഡോമിനൻ്റ്ലി നമ്മൾ 4 at the backൻ്റെ ഒരു ടീമാണ്, കുറേ കൊല്ലങ്ങളായിട്ട് 4 at the back കളിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ 4-2-3-1 എന്ന ഫോർമേഷൻ എടുത്തുള്ളത്. നമ്മുടെ ഒപ്പോണൻസിൻ്റെ ഫോർമേഷൻ ഞാൻ എടുത്തുള്ളത് 5-4-1 ആണ്. അത് മാറാം, അത് 4-4-2 ആവാം, 6-3-1 ആവാം, അതെന്തോ ആവാം, അത് ഡിപ്പെൻഡ്സ് ഓൺ ദ മാച്ച് എങ്ങനെ പോകുന്ന ബേസിട്ടാണ്. പക്ഷേ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കെതിരെ ലോ ബ്ലോക്ക് സെറ്റപ്പ് ചെയ്ത ടീംസൊക്കെ പൊതുവെ 5 at the back വിത്ത് 4 മിഡ്ഫീൽഡർ, ഒരു സ്ട്രൈക്കർ, കൗണ്ടർ ചെയ്യാനായിട്ട് ഒരു സ്ട്രൈക്കർ, അങ്ങനെയാണ് പൊതുവെ കളിക്കാറ്. അപ്പോൾ അതിൻ്റെ സെറ്റപ്പാണ് ഇവിടെ കാണിച്ചെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് എതിരെ ഏതെങ്കിലും ടീം നമ്മളെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ കളിക്കാറെന്നുള്ളതാണ്. സോ ബേസിക്കലി ഞാനെടുത്ത എക്സാമ്പിൾ നമ്മൾ എവർട്ടനെതിരെയുള്ള മാച്ചിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് പോലെ ഞാൻ കാണിച്ചതെന്നാണ്. അപ്പോൾ അതിൽ വൈറ്റ് ഒപ്പോണൻസ് ആണ്, റെഡ് നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, ബേസിക്കലി ഇവിടെ ബോൾ നമ്മുടെ ഒപ്പോണൻ്റെ കയ്യിലിരിക്കുന്നു. ലെഫ്റ്റ് ബാക്കോ റൈറ്റ് വിങ്ങറോ ലെഫ്റ്റ് വിങ്ങറോ ആരും ആവാം, അവരുടെ അടുത്ത് പന്തിരിക്കുന്നു. അവരിവിടുന്ന് ഒരു ക്രോസ് ഇട്ടുകൊണ്ട് നമ്മൾക്കെതിരെ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ്, ഗോൾ അടിക്കാൻ നോക്കുകയാണ്. പക്ഷെ നമ്മുടെ ഡിഫൻഡർ അത് എന്ത് ചെയ്യാണ്, നള്ളിഫൈ ചെയ്തുകൊണ്ട് അത് ക്ലിയർ ചെയ്ത് വരുന്ന പന്ത് വന്ന് വീഴുന്നത് നമ്മുടെ സ്ട്രൈക്കറോ CMO നമ്മുടെ ടീമിൻ്റെ മെമ്പറും കാലിലാണ്. അത് ലൂക്ക് ഷോ പറഞ്ഞ ലെഫ്റ്റ് ബാക്കിന് കൊടുക്കുന്നു, ലൂക്ക് ഷോ അത് കുനിയയ്ക്ക് കൊടുക്കുന്നു, കുനി ഒരു ലോങ് റേഞ്ച് പാസ് എംബൂമോയ്ക്ക് കൊടുക്കുന്നു. അതേപോലെ തന്നെ സ്ട്രൈക്കർ ഓടി വരുന്നു, അത് ഫിനിഷ് ചെയ്യുന്നു. നമ്മളത് കണ്ടതാണ്. സോ ബേസിക്കലി എംബൂമോ ടു സെസ്കോ ടു ഗോൾ അടിച്ച് മാറ്റി നമ്മൾ കണ്ടതാണ്. പൊതുവേ നമ്മൾ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ടീമാണെന്ന് കാണിച്ചു തന്ന ഒരു സിനാരിയോ ആണ് ഇത്. അത് ലോ ബ്ലോക്കിനെതിരെ നമ്മൾ കളിക്കുമ്പോൾ ഇത് കാണാറില്ല. പക്ഷേ നമുക്ക് ഇങ്ങോട്ട് ആരെങ്കിലും അറ്റാക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് സുഖമായി സ്പേസ് കണ്ടെത്തിക്കൊണ്ട് ഓടി ഗോൾ അടിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അത് എവർട്ടൻ്റെ ഒരു ഇത് ഞാൻ എടുത്തതാണ്. നിങ്ങളിവിടെ ടാക്ടിക്കൽ ബോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും എങ്ങനെ നമ്മൾ ഗോൾ അടിക്കുന്നു എന്നുള്ളത്. പക്ഷേ നമ്മുടെ പ്രശ്നം വരുന്നത് ഇവിടെയാണ്. സോ ബേസിക്കലി ഇങ്ങനത്തെ ഒരു ഷേപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, ഫ്രെയിം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇങ്ങനത്തെ ഒരു ഷേപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മളാണ് സ്ട്രഗിൾ ചെയ്യാറ്. അതായത് നമ്മുടെ ഒരു 2 at the back സെൻറ്റർ ബാക്ക് നിൽക്കുന്നു. അതിലിപ്പോൾ LCB ഞാനിവിടെ നിർത്തുകയാണ്. LCB ഇവിടെ ഉണ്ട്. അത് മാർട്ടിനസ് ആവാം, ലൂക്ക് ഷോ ആവാം, ആരും ആവാം. RCB ഉണ്ട്, മെഗ്വർ ആവാം, യൂറോ ആരും ആവാം. റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കും നിങ്ങൾ ഇവരുടെ സ്പോട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് ഈ നമ്മുടെ നിൽക്കുന്ന റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കും അലൈൻഡ് ആണ് എന്ന് മനസ്സിലായി. അതായത് നമ്മുടെ ലെഫ്റ്റ് വിങ്ങേഴ്സായിട്ടോ റൈറ്റ് വിങ്ങേഴ്സായിട്ടോ അവർ അലൈൻഡ് ആണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അത് ഞാൻ നെക്സ്റ്റ് ബോർഡിൽ കാണിച്ചു തരാം. പക്ഷേ പൊതുവെ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നതാണ്, സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ്. നമ്മൾ സ്ട്രഗിൾ ചെയ്യുകയാണ്. നമ്മൾ ഇങ്ങോട്ട് പന്ത് കൊടുക്കും, LCBക്ക് പന്ത് കൊടുക്കും, LCB എന്നിട്ട് ലെഫ്റ്റ് ബാക്കിന് പന്ത് കൊടുക്കും. ലെഫ്റ്റ് ബാക്ക് ഒന്ന് നോക്കും ഇവിടെ സ്പേസ് ഉണ്ടോ ഇല്ല, തിരിച്ച് ഇങ്ങോട്ട് തന്നെ പന്ത് പോകും. അപ്പോഴേക്കും നമ്മുടെ സെൻട്രൽ മിഡ്ഫീൽഡർ ഒന്ന് ഇറങ്ങി വരും പന്ത് എടുക്കാനായിട്ട്. ഈ പന്ത് എടുക്കാൻ വരുന്ന സെൻട്രൽ മിഡ്ഫീൽഡറിന് ഇവിടെ നമ്മുടെ സെൻറ്റർ ബാക്ക് പന്ത് കൊടുക്കുമ്പോൾ ഇവനെ പുഷ് ചെയ്യാനായിട്ട് പ്രസ് ചെയ്യാനായിട്ട് ഇവനൊരുത്തം കയറി വരും. സ്പേസ് കണ്ടെത്താൻ പറ്റുന്നില്ല. തിരിച്ചും പന്ത് നമ്മുടെ ലെഫ്റ്റ് സെൻറ്റർ ബാക്കിന് പോകുന്നു, തിരിച്ച് ഈ പന്ത് റൈറ്റ് സെൻറ്റർ ബാക്കിന് പോകുന്നു. അതേപോലെ തന്നെ നമ്മുടെ റൈറ്റ് ബാക്കിലൂടെ പന്ത് വരുന്നു. സെയിം സിനാരിയോ വന്താ സുട്ട റിപ്പീറ്റ്. ഇത് മാത്രമാണ് നമ്മൾ കുറേ കൊല്ലങ്ങളായിട്ട് നമ്മൾ ഈ ലോ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്യാൻ പോകുമ്പോൾ കാണാറ്. ഇനി എവിടെയാണ് മാറ്റം വരേണ്ടത്?
അവിടെയാണ് നമ്മുടെ സൊല്യൂഷൻ. മാറ്റം വരേണ്ടത് നമ്മുടെ ഈ സ്പേസസിലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഇതാ ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു സ്പേസ്. അത് ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്ത് കാണിക്കാൻ വേണമെങ്കിൽ ബേസിക്കലി ഈ ഒരു ഏരിയ നിങ്ങളിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ഏരിയയിൽ ഇത്രയും സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെയാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ. ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ നെക്സ്റ്റ് ടാക്ടിക്കൽ ബോർഡ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ നെക്സ്റ്റ് ടാക്ടിക്കൽ ബോർഡ്. അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്ലൂ ഗ്രീൻ കളേഴ്സിലൊക്കെ ഒരു ബോക്സ് കാണാൻ പറ്റുന്നുണ്ടാവും, അല്ലെങ്കിൽ യെല്ലോ ബോക്സ് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതൊന്നുമില്ല, ഇത് ഫുട്ബോൾ പിച്ചിൽ നടക്കുന്ന ഓരോ ഏരിയയ്ക്കുള്ള പേരുകളാണ്. വിച്ച് ഇസ് വൈഡ് ഏരിയ, അതേപോലെ തന്നെ സെൻട്രൽ ലൈൻ, പിന്നെ ഹാഫ് സ്പേസസ്. ഞാൻ ആദ്യം കാണിച്ചത് നമ്മളെ ഫോർമേഷൻ എങ്ങനെയാണ്. രണ്ടാമത്തെ ടാക്ടിക്കൽ ബോർഡിൽ കാണിച്ചത് നമ്മൾക്കെതിരെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ഗോൾ അടിക്കുന്നു കൗണ്ടർ അറ്റാക്കിങ്ങിൽ. പിന്നെ നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്ട്രഗിൾ ചെയ്യാറ്, ഇതാണ് കാണിച്ചത്. ഇവിടെയാണ്, ഈ ബോർഡാണ് എൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ എൻ്റെ ആൻസർ ടു ദ ലോ ബ്ലോക്ക്. നമുക്ക് എങ്ങനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നതിൽ നിങ്ങളൊന്ന് നോക്കി നോക്ക്. നമ്മൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ ടാക്ടിക്കൽ ബോർഡിൽ കാണിച്ച പോലെ ഒരു 2 സെൻറ്റർ ബാക്ക് നിൽക്കുന്നു, ലെഫ്റ്റ് റൈറ്റ് ബാക്ക് നിൽക്കുന്നു, വിങ്ങേഴ്സ് നിൽക്കുന്നു, നമ്മുടെ മിഡ്ഫീൽഡേഴ്സും സ്ട്രൈക്കറൊക്കെ അവിടെ ഉണ്ട്. ഒപ്പോണൻസ് എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് 5 അറ്റ് ദ ബാക്ക്, ഒരു 4 മിഡിൽ, ഒരു 1 സ്ട്രൈക്കർ. ഈ സ്ട്രൈക്കർ പൊതുവെ ഇങ്ങോട്ട് മൂവ് ചെയ്ത് നിൽക്കാറ് കേട്ടോ, അത് ഞാൻ ഇവിടെ മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണേണ്ടത് എന്താണ്, ബേസിക്കലി ഇവരുടെ അടുത്ത് പന്ത് കിട്ടുമ്പോൾ, ഇപ്പോൾ ഈ ഒപ്പോണൻ്റ് ഇവിടെയാണെങ്കിൽ ഇവരുടെ അടുത്ത് പന്ത് കിട്ടുമ്പോൾ നമ്മുടെ സെൻറ്റർ ബാക്ക് നെക്സ്റ്റ് സെൻറ്റർ ബാക്കിന് പന്ത് കൊടുക്കുമ്പോൾ 1 ഓഫ് ദ മിഡ്ഫീൽഡേഴ്സ് ഹാസ് ടു ഡ്രോപ്പ്. ഈ പന്ത് എടുത്തുകൊണ്ട് ഈ സ്പേസ് യൂട്ടിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ക്രോസ് ഇടുക എന്നുള്ളതാണ്. ഈ ഒരു സംഭവം നമ്മൾ കണ്ടു. കോബി മെയിനു വെസ്റ്റ് ഹാമിനെതിരെ ഈ പന്ത് എടുത്തുകൊണ്ട് ബിഹൈൻഡ് ദ റണ്ണിൽ അവൻ്റെ പിറകിലുള്ള സ്പേസ് അവൻ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരു ക്രോസ് ഇട്ടപ്പോഴാണ് കസമീറോ അൺഫോർച്യുനേറ്റ്ലി ഓഫ് സൈഡിൽ ഗോൾ അടിച്ചത്. പക്ഷേ വളരെ റയറായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. ഇതൊരു സിനാരിയോ നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാത്തൊരു സ്പേസ് ഞാൻ പറഞ്ഞുതരാം, വിച്ച് ഈസ് ഹാഫ് സ്പേസസ്. ഈ ഒരു ഏരിയ, ഈ 2 ഏരിയ നമ്മൾ പൊതുവെ നമ്മുടെ ടീം മെയ്റ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ടീം അല്ലെങ്കിൽ നമ്മുടെ പ്ലെയേഴ്സ് യൂട്ടിലൈസ് ചെയ്യാറില്ല. അത് ടാക്ടിക്കലി വരുന്ന ഇഷ്യൂ ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ പ്ലെയേഴ്സ് ബ്രേവ് അല്ലാത്തതിൻ്റെ, ധൈര്യമില്ലാത്തതിൻ്റെ ഇഷ്യൂ ഉണ്ട്. പെപ് ഗാർഡിയോള ഇവിടെയാണ് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവരുടെ പ്ലെയേഴ്സിനെ വെച്ച് ഗോൾ അടിപ്പിക്കാറ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പെപ് ഗാർഡിയോള എന്ന് പറഞ്ഞാൽ ഹാഫ് സ്പേസസിൻ്റെ ആശാനാണ്. അങ്ങനെയാണ് പെപ് ഗാർഡിയോള നമ്മുടെ ലോ ബ്ലോക്കിനെതിരെ പൊതുവെ ഗോൾ കണ്ടെത്താറ്. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. ഞാൻ കോച്ചുമാരെ കുറ്റം പറയുന്നില്ല, അത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ട് വന്നൊരു മിസ്റ്റേക്കാണ്. അത് നമ്മൾ മാറേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി. ഇനി ഇവിടെ കാണേണ്ടത് എന്താണ്? സോ ഫോർ എക്സാമ്പിൾ നമ്മൾ തിരിച്ച് നമ്മുടെ മറ്റേ സെറ്റപ്പിലോട്ട് പോവാം. നമ്മുടെ CDM ഒക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് ഒരു ഷേപ്പ് നിൽക്കുന്നത് വിചാരിക്കാം. ഇവിടെയൊക്കെ നമ്മൾ നള്ളിഫൈഡ് ആണ്, നമുക്കൊരു അഡ്വാൻറ്റേജ് ഒന്നുമില്ല. ഇവരടുത്ത് പന്ത് കിട്ടുമ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ മാർട്ടിനസ് പന്ത് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവാറുണ്ടാവും ചില സമയത്ത് എന്താണെന്ന് വെച്ചാൽ മാർട്ടിനസ് ആണ് ഇവിടുന്ന് ഒരു പാസ് ഇങ്ങനെ പിങ് ചെയ്യാറ്. ഒരൊറ്റ പാസ്സാണ്, ഒരു സ്ട്രൈറ്റ് പാസ് കൊടുക്കാറുണ്ട്. അത് ബ്രൂണോ ആവാം അല്ലെങ്കിൽ മെയിനോ ആവാം. എന്നിട്ട് ഇവിടെ നമ്മൾ ഒരു 1 ടച്ച് കളിച്ചുകൊണ്ട് ഗോൾ അടിക്കാൻ നോക്കാറുണ്ട് ഈ ഒരു സ്പേസസിൽ. പക്ഷേ ഇപ്പോൾ മാർട്ടിനസിൽ ഇത്ര അവസ്ഥ അതും കാണുന്നില്ല. നമ്മൾ എന്താ ചെയ്യാറ്? നമ്മൾ പൊതുവെ ഇങ്ങോട്ട് പന്ത് കൊടുക്കും, ലെഫ്റ്റ് ബാക്കിന് പന്ത് കൊടുക്കും, ലെഫ്റ്റ് ബാക്ക് തിരിച്ച് ഈ പന്ത് ഇങ്ങോട്ട് കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സംഭവിക്കാറ് പൊതുവെ അതാണ് ഉണ്ടാവാറ്. ഇവിടെ നമ്മൾക്ക് ഇവിടെ നടക്കേണ്ട ഫസ്റ്റ് സംഭവം ടാക്ടിക്കൽ എന്താണെന്ന് പറഞ്ഞാൽ വി നീഡ് ടു സ്ട്രെച്ച് ദ ഡിഫെൻസ്. റൈറ്റ് വിങ്ങർ ആയാലും ലെഫ്റ്റ് വിങ്ങർ ആയാലും വി നീഡ് ടു സ്ട്രെച്ച് ദ ഡിഫെൻസ്. ഈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഡിഫെൻസീവ് ഷേപ്പ് കുറച്ച് സ്പേസസ് കണ്ടെത്താൻ പറ്റും നമുക്ക് ബാക്കിൽ. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ആയിരിക്കും അവർ സ്ട്രെച്ച് ചെയ്യുക പിച്ച്. ഇതിൽ റൈറ്റ് ബാക്കിന് ലെഫ്റ്റ് ബാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ടല്ല എന്ന് പറയുന്നില്ല. ഇങ്ങനെയായിരിക്കും അവർ സ്ട്രെച്ച് ചെയ്യുക. ഇപ്പോഴും പ്രശ്നം എന്താണ്? നമ്മൾ ഹാഫ് സ്പേസസ് കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ മേജർ ഇഷ്യൂ. ഇങ്ങനെ സ്പേസസ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞ നമ്മുടെ മിഡ്ഫീൽഡേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ്. നമ്മുടെ മിഡ്ഫീൽഡേഴ്സിൻ്റെ തേർഡ് മാൻ റൺസ് നടത്താൻ പറ്റുന്ന മിഡ്ഫീൽഡേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഹാഫ് സ്പേസിലൂടെ കയറി വരുന്നത്. അവിടെയാണ് എൻ്റെ നെക്സ്റ്റ് സംഭവം. ഫോർ എക്സാമ്പിൾ ഈ സെൻട്രൽ മിഡ്ഫീൽഡർ ഈ ഹാഫ് സ്പേസിലോട്ടും, ഇവിടെ പ്രോബ്ലി ഇത് CDM ഇവിടെ ആയിരിക്കാം, നമ്മുടെ ബ്രൂണോ പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ ആരാണോ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് കളിക്കുന്നത് ഈ വ്യക്തി ഈ ഹാഫ് സ്പേസിലോട്ടും മൂവ് ചെയ്യണം. ഇവിടെ സംഭവിക്കുന്നത് എന്താ ഞാൻ പറഞ്ഞുതരാം. റൈറ്റ് വിങ്ങർ, റൈറ്റ് ബാക്ക് നമ്മുടെ ബ്രൂണോ അല്ലേ? നിങ്ങൾ ആ നോക്കി നോക്കും ഇവിടെ. സോ ബേസിക്കലി നമ്മളിവിടെ കാണുന്നത് എന്താണ്? ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും.
ഈ ഒരു ട്രയാങ്കിൾ എന്താ മനസ്സിലായോ? ദിസ് ഈസ് ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ്. ഈ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ആണ് പലപ്പോഴും പെപ് ഗാർഡിയോള എന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ മെജീഷ്യൻ, ടാക്ടീഷ്യൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അയാൾ ഉപയോഗിക്കാറ്. ഇവിടെ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഈ പന്ത് റൈറ്റ് ബാക്കിൻ്റെ അടുത്താണെങ്കിൽ നമ്മൾ ഈ പിച്ച് സ്ട്രെച്ച് ചെയ്ത് നിൽക്കുകയാണ്. ഈ ഒരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സ്പേസ് നമുക്കിവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മുടെ സ്ട്രൈക്കർ ഈ ഒരു ഏരിയ ഒക്യുപ്പൈ ചെയ്യും. കാരണം ഈ ഡിഫൻഡറിനെ നള്ളിഫൈ ചെയ്യാനായിട്ട്, ഇങ്ങോട്ട് കയറിയിരിക്കാനായിട്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിഡ്ഫീൽഡർ ഈ സ്പേസിലോട്ട് കയറിപ്പോവും. സ്വാഭാവികമായിട്ടും അവരുടെ ഡിഫൻഡേഴ്സ് ഈ ഒരു ഷേപ്പിലോട്ട് മാറിക്കളയും. ഇതാണ് ഒരു ഹാഫിൽ നിന്നും അടുത്ത ഹാഫിലോട്ട് പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എല്ലാ ടീമും ലോ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ പന്ത് റൈറ്റ് വിങ്ങിലോട്ട് പോകുമ്പോൾ വാട്ട് നീഡ്സ് ടു ഹാപ്പൻ? ഈ റൈറ്റ് വിങ്ങിലോട്ട് പോയ പന്ത് വരുന്നത് എങ്ങോട്ടായിരിക്കണം? നമ്മുടെ ബ്രൂണോ പറഞ്ഞ വ്യക്തിയിലോട്ടായിരിക്കണം. ഈ സമയത്ത് ഈ റൈറ്റ് ബാക്ക് ഓടി ഈ സ്പേസിലോട്ട് കയറണം. ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പേസിലോട്ട് കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാസ് പോകുന്ന ഹാഫ് സ്പേസിലോട്ടാണ്. ഗെറ്റ് ദ ബോൾ, ക്രോസ്, ചാൻസ്, ഗോൾ. ഇങ്ങനെയാണ് സംഭവിക്കേണ്ടത്. ഇങ്ങനെയാണ് ക്രോസ് ഇടേണ്ടത്, സംഭവിക്കേണ്ടത്. പക്ഷേ നമ്മളിത് ചെയ്യുന്നില്ല. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹാഫ് സ്പേസസിൻ്റെ ഉപയോഗം. ഹാഫ് സ്പേസസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോ ബ്ലോക്കിന് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു സിനാരിയോ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ക്രോസസ്, അതായത് ഇപ്പോൾ നമ്മൾ ലൂക്ക് ഷോ പോലത്തെ വ്യക്തികളൊക്കെ ഇടുന്ന ക്രോസസ് ഉണ്ട്. അതെങ്ങനെ സംഭവിക്കും നമുക്ക് നോക്കി നോക്കാം. സോ ഞാനിവിടെ വീണ്ടും ഈ സംഭവം തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഞാനിപ്പോൾ ഒരു ഹാഫ് സ്പേസിൻ്റെ കാര്യം, അതായത് റൈറ്റ് വിങ്ങിൽ ഉപയോഗിക്കുന്ന ഹാഫ് സ്പേസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ലെഫ്റ്റ് വിങ്ങിൽ ഹാഫ് സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ക്രോസ് ഇടാൻ പറ്റും നമുക്ക് നോക്കി നോക്കാം. ഞാൻ വീണ്ടും ഇവിടെ ഡിഫെൻസീവ് ഷേപ്പ് ചെയ്യാൻ പറയുകയാണ്. നമ്മുടെ പിച്ച് സ്ട്രെച്ച്ഡ് ആണ്, അതാരും മറക്കരുത്. ഞാൻ അതിലോട്ട് ഇനി വീണ്ടും പോകുന്നില്ല സമയം കളയാനായിട്ട്. നമ്മുടെ പിച്ച് സ്ട്രെച്ച്ഡ് ആണ്. പക്ഷേ ഇവിടെ ഈ ഹാഫ് സ്പേസസ് ഒക്യുപ്പൈ ചെയ്യാനായിട്ടൊരു മിഡ്ഫീൽഡർ, ഇവിടെ ഒരു CAM, ഇവിടെ ഒരു പന്തുണ്ട്. ഈ പന്ത് എങ്ങോട്ട് പോകുന്നു? ലെഫ്റ്റ് ബാക്കിലോട്ട് പോവുകയാണ്. ലെഫ്റ്റ് ബാക്കിൽ പോകുന്ന സമയത്ത് വാട്ട് നീഡ്സ് ടു ഹാപ്പൻ? അഗെയിൻ യു ക്യാൻ സീ ഒരു ട്രയാങ്കിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ബേസിക്കലി ഈ ഒരു ട്രയാങ്കിൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് എന്തും വിളിക്കാം, ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ എക്സ്ട്രാ മാൻ എന്തും വിളിക്കാം. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ നമ്മുടെ ലെഫ്റ്റ് വിങ്ങറുടെ അടുത്ത് പന്ത് പോകുമ്പോൾ ലൂക്ക് ഷോ നീഡ്സ് ടു ഓവർലാപ്പ്. അണ്ടർലാപ്പ് അല്ല, ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് ഈ പന്ത് പോവേണ്ടത് ലൂക്ക് ഷോയ്ക്കാണ്. ഇവിടെ സ്വാഭാവികമായിട്ടും ഇവരുടെ ഡിഫൻസ് ഒക്കെ അറ്റാക്ക് ചെയ്യാനൊക്കെ വരില്ല എന്ന് പറഞ്ഞില്ല. പക്ഷേ ക്രോസ് ഇടാൻ പറ്റുന്ന ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ക്രോസ് ഇടാൻ പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ റൈറ്റ് ബാക്ക് ഹാഫ് സ്പേസിൽ കയറി ക്രോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കട്ട് ബാക്കോ പാസോ കൊടുക്കുന്നതായിരുന്നു. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ലെഫ്റ്റ് ബാക്ക് വൈഡ് ഏരിയയിൽ നിന്നുകൊണ്ടും ഒരു ക്രോസ് കൊടുക്കുന്നതാണ്. ഇവിടെ സംഭവിക്കേണ്ടത് നമ്മുടെ CAM, സ്ട്രൈക്കർ, അതേപോലെ തന്നെ മിഡ്ഫീൽഡർ ഒക്കെ സെൻട്രൽ ലൈനിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് വിങ്ങർ ഹാഫ് സ്പേസ് ഒക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ ക്രോസിൽ വി ക്യാൻ സ്കോർ ഗോൾസ്. ഇതാണ് നമ്മൾ കാണേണ്ടത് ലോ ബ്ലോക്കിനെതിരെ. രണ്ട് സൊല്യൂഷനുള്ളത്. ഒന്ന്, നമുക്ക് വൈഡ് ഏരിയ ഉപയോഗിച്ചുകൊണ്ട് ഫുൾ ബാക്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്രോസ് ഇടാം. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ കാണിച്ച പോലെ ഹാഫ് സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ റൈറ്റ് ബാക്കിനെ കൊണ്ടോ ലെഫ്റ്റ് ബാക്കിനെ കൊണ്ടോ റൈറ്റ് വിങ്ങറോ ലെഫ്റ്റ് വിങ്ങറോ ആരും ആയിക്കോട്ടെ, ആ ഹാഫ് സ്പേസിൽ കയറുന്ന ആരാണോ അവരെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കട്ട് ബാക്ക് നടത്താൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പാസസ് ഇൻ ടു ദ ബോക്സ് പാസസ് ഇടാൻ പറ്റും. അങ്ങനെ നമുക്ക് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എൻ്റെ ഒരു ടാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂന്ന് എങ്ങനെയായിരിക്കണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സെറ്റപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം നമ്മുടെ പ്ലെയേഴ്സ് മൂവ് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം നമ്മൾ സ്പേസ് കണ്ടെത്തേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഈ കാണിച്ചു തന്ന ഒരു ടാക്ടിക്കൽ സംഭവം നിങ്ങൾക്കൊരു ബോൾ കണ്ടല്ലോ, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടല്ലോ. ഇങ്ങനത്തെ ഒരു അപ്രോച്ച് നമ്മൾ മാച്ചസിൽ നടത്താറുണ്ട്. പക്ഷെ വളരെ വളരെ റെയറായിട്ട് മാത്രമേ നടത്താറുള്ളൂ. ഇനി നടത്തിയാലും അതിനുള്ള പ്രോപ്പർ പ്ലെയേഴ്സ് നമ്മുടെ കയ്യിലില്ല. ഡാലോ ക്രോസ് മിനിമലായിട്ട് ഇടുന്ന പ്ലെയറാണ്. ലൂക്ക് ഷോ റീസെൻ്റായിട്ട് ലൂക്ക് ഷോ ഒന്നും തീരെ സത്യം പറഞ്ഞാൽ ക്രോസ് ഇടുന്നില്ല. ആ ഒരു ബോക്സിലേക്ക് കയറാൻ ഇൻറ്റൻറ്റ് പോലും ലൂക്ക് ഷോ കാണിക്കുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറുള്ള കസമീറോ, അതേപോലെ തന്നെ ചില സമയങ്ങളിൽ ബ്രൂണോ ആ ഹാഫ് സ്പേസസ് ഒക്യുപ്പൈ ചെയ്യാൻ മടിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റൈറ്റ് വിങ്ങറായാലും ലെഫ്റ്റ് വിങ്ങറായാലും നമ്മുടെ പിച്ച് സ്ട്രെച്ച് ചെയ്യുന്നില്ല. ഇത്രയും കോമ്പിനേഷൻസ് ഓഫ് എറേഴ്സ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ലോ ബ്ലോക്കിന് എന്നിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞ റിക്രൂട്ട്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന എലിയറ്റ് ആൻഡേഴ്സൺ, ബ്രൂണോ ഗുമേറസ്, അതേപോലെ തന്നെ ഡിമാർക്കോ, പിന്നെ നമ്മുടെ മിഡ്ഫീൽഡറായിട്ട് കളിക്കാൻ പറ്റുന്ന മേ ബി ദർ ആർ മൾട്ടിപ്പിൾ പ്ലേയേഴ്സ് ഇല്ലയെന്ന് പറയുന്നില്ല, ആഡം വാർട്ടൺ, ഇങ്ങനത്തെ പ്ലേയേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഹാഫ് സ്പേസസ് പിക്ക് ചെയ്യാനും അതേപോലെ തന്നെ സ്പേസസ് ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്ന പ്ലേയേഴ്സാണ്. ഡിമാർക്കോ എക്സലൻറ്റ് ക്രോസർ ഓഫ് ദ ബോളാണ്.
ഡിമാർക്കോ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഈ വൈഡ് ഇരുന്ന് ഏറ്റവും കൂടുതൽ ക്രോസ് ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ് ഡിമാർക്കോ. അതേപോലെ നമ്മുടെ റൈറ്റ് ബാക്കിലും ഇതേപോലൊരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ വി ക്യാൻ പുട്ട് ക്രോസസ്. സോ റിക്രൂട്ട്മെൻറ്റ് ഈ സംഭവങ്ങൾ നടക്കണമെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ഈസ് എ മസ്റ്റ്. അതും നല്ല റിക്രൂട്ട്മെൻറ്റ് ഈസ് എ മസ്റ്റ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് റിക്രൂട്ട്മെൻറ്റ് പ്ലസ് ടാക്ടിക്കൽ ഫ്ലെക്സിബിലിറ്റി നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വി ക്യാൻ സ്കോർ ഗോൾസ്, വി ക്യാൻ ഈസിലി ബ്രേക്ക് ലോ ബ്ലോക്സ്. എൻ്റെ മൈൻഡിൽ തോന്നിയ ആസ് എ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ എനിക്ക് തോന്നിയ കാര്യങ്ങൾ എൻ്റെ ഒപ്പീനിയനായിട്ട് ഇവിടെ ഷെയർ ചെയ്തതാണ്. സൊല്യൂഷൻസ് എങ്ങനെയായിരിക്കണം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഇങ്ങനെ ലോ ബ്ലോക്ക് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഏത് പ്ലെയേഴ്സ് ആയിരിക്കണം ഈ പൊസിഷനിൽ വരേണ്ടത്, ഇങ്ങനത്തെ സംഭവമാണ് ഞാൻ പറഞ്ഞു തന്നെ. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ ബാക്കി യുണൈറ്റഡ് ഫാൻസിനായിട്ട്. അവരുടെ ഒപ്പീനിയൻസ് നമുക്ക് കേൾക്കേണ്ടതാണ്, അവരുടെ കോമൻറ്റ്സും നമുക്ക് ഇവിടെ പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ കോമൻറ്റ്സും ഇവിടെ വാല്യുബിൾ ആണ്. അതുകൊണ്ട് നിങ്ങളുടെ കോമൻറ്റ്സ് താഴെ ഷെയർ ചെയ്യുക. ഇതേപോലത്തെ ടാക്ടിക്കൽ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണണം എങ്കിൽ നിങ്ങൾ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അടുത്തൊരു ടാക്ടിക്കൽ ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ടാക്ടിക്കൽ അപ്രോച്ച് പറഞ്ഞൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതിലേത് ടാക്ടിക്കൽ അപ്രോച്ചാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം? കോമൻറ്റ് ബിലോ. ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം ദിസ് വീഡിയോ. കാരണം കുറച്ച് പണിയെടുത്ത് ചെയ്ത വീഡിയോ ആണ്. എല്ലാവരും ഇതുവരെ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഗ്ലോറി ഗ്ലോറി മാൻ യുണൈറ്റഡ്.